കേരളത്തിന് വെളിയിൽ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ പോയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒരു ശത്രുവായിട്ട് കണ്ടിട്ടുള്ളതും അതേപോലെ തന്നെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കണ്ടിട്ടുള്ളതും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കിയതുമായ ഒരു കാര്യമാണ് ഹോസ്റ്റൽ ഫുഡ് എന്ന് പറയുന്നത്. വീട്ടിലുണ്ടാക്കുന്ന കറികളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു ഉപ്പോ പുളിയോ എരിവോ ഒക്കെ കൂടി പോയാൽ പോലും മുഖം വീർപ്പിച്ച് നടക്കുന്ന നമ്മളൊക്കെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത് ഫുഡ് എന്ന് പറയുന്ന സാധനം ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഹോസ്റ്റൽ ഫുഡിനെ കുറിച്ചുള്ള എന്റെ ഏറ്റവും ഒരു പെട്ടെന്ന് വരുന്ന മെമ്മറി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏതോ ബാച്ചിലർ സീനിയർ ഹോസ്റ്റൽ ഫുഡിനെ പറ്റി ഒരു കോമഡി കവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് കോളേജുകാർ കണ്ടുപിടിച്ചു. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര അടിപൊളി മെമ്മറീസ് ഉണ്ട്. അതേപോലെ തന്നെ വരുന്ന ഏറ്റവും വലിയൊരു മെമ്മറിയാണ് സാമ്പാർ. അതായത് വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോദിക്കും കറി കുറവാണോ, പക്ഷെങ്കിൽ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ സാമ്പാർ ആണോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ അത് വ്യത്യസ്തമായ ഒരു സാമ്പാറായി മാറി. ഞങ്ങൾക്ക് സാധാരണ ചിക്കൻ ഹോസ്റ്റലിൽ എല്ലാ ഞായറാഴ്ചയാണ് വരുന്നത്. അപ്പം ബാക്കി എല്ലാ ദിവസവും താമസിച്ച് വരുന്ന ആൾക്കാർ ചിക്കൻ അന്ന് നമ്മൾ ഹോസ്റ്റലിൽ മെസ്സേജ് ചെന്ന് കഴിഞ്ഞാൽ ഒരു വൻ ക്യൂ തന്നെ ആയിരിക്കും. ചിക്കന്റെ പീസ് കണ്ടെത്തുക എന്നത് ട്രഷർ ഹണ്ടിനെക്കാട്ടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ കിഴിഞ്ഞ് കിടന്ന് നോക്കണം അത് ചിക്കൻ പീസ് ആണോ ഉരുളക്കിഴങ്ങാണോ ഇഞ്ചിയാണോ എന്നൊക്കെ. ഇന്ന് അതിനെപ്പറ്റിയൊക്കെ ഓർക്കുമ്പോൾ ഹോസ്റ്റലിലെ ഫുഡ് ആയിരിക്കില്ല എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അന്ന് ആ ഒരു മെസ്സും നമ്മുടെ ഫ്രണ്ട്സും നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും ആൻഡ് ഫൈനലി ഹോസ്റ്റൽ ഫുഡ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതും നല്ലത് മാത്രമല്ല കഴിക്കാൻ പറ്റുന്നത്, എന്ത് കിട്ടിയാലും ഒരു പരാതിയും കൂടാണ്ട് കഴിക്കണം. ഫുഡ് എന്ന് പറയുന്നത് സർവൈവലിന് മാത്രമാണ്. വലിയൊരു പാഠം നമ്മളെ ഹോസ്റ്റൽ ലൈഫ് പഠിപ്പിച്ചെടുക്കും. സോ ഗൈസ്, നിങ്ങളുടെ ഹോസ്റ്റൽ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? 10ൽ എത്ര റേറ്റിംഗ് നിങ്ങൾ കൊടുക്കും?